വീട്ടിൽ ഒരു പഴയ തുണിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്കൊരു ചവിട്ടി തയ്ച്ച് നോക്കാവേ. ഇത് ഞാനൊരു 75 സെൻറ്റിമീറ്റർ ഏകദേശമുള്ള ഒരു പീസ് തുണി എടുത്തിരിക്കുവാണേ. അതിനെ നമ്മൾ അത്രയും തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക്. ഞാനിപ്പോൾ ഇങ്ങനെ എത്ര ഒരു പീസ് കടന്നുകൊണ്ട് എടുത്തന്നേ ഉള്ളേ. എന്നിട്ട് നമ്മളതിനെ രണ്ടായിട്ട് മടക്കി നോക്കുക. അപ്പോൾ ആ രണ്ടായിട്ട് മടക്കുന്ന അത്രയും ഒരു പീസ് മതി നമുക്ക്. എന്നിട്ട് നമ്മൾ അതിന് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഈ തുണിക്ക് പ്ലീറ്റ്സ് ഇടണം. ചെറുതായിട്ട് അങ്ങ് പ്ലീറ്റ്സ് ഇട്ട് അങ്ങ് തയ്ക്കുക. രണ്ട് സൈഡിലും പ്ലീറ്റ്സ് ഇടണം. ഈ സൈഡിൽ ഇട്ടതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ എടുക്കുക. നമുക്ക് എന്നിട്ട് അത് പ്ലീറ്റ്സ് ഇട്ട് വരുമ്പോൾ അത് 30 സെൻറ്റിമീറ്റർ കാണത്തുള്ളൂ. ഇത് 60 സെൻറ്റിമീറ്റർ ഉണ്ട്. അല്ലാതെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് വരുമ്പോൾ 30 സെൻറ്റിമീറ്റർ ചതുരത്തിലൊരു പീസ് തുണിയാവുമേ. അപ്പോൾ കണ്ടോ, നമ്മൾ പ്ലീറ്റ്സൊക്കെ ഇട്ട് ഇതേപോലെയാവും. ഇനി നമ്മളതിനെ ഇതാണ് പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഷേപ്പ്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ സൈഡ് നമ്മൾ പ്ലീറ്റ്സ് ഇടുക. അതേപോലെ തന്നെ ഇടുക. രണ്ട് സൈഡും പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം നമ്മൾ ആ തുണി ഒപ്പത്തിന് വെക്കുക. എന്നിട്ട് നമ്മളത് കണ്ടിക്കുക. ഒരേപോലെ മടക്കി നമ്മളതിൻ്റെ സൈഡ് കണ്ടിക്കുക. അപ്പോൾ 2 പീസ് തുണിയായേ. ഈ 2 പീസ് തുണിയായി കഴിയുമ്പോഴത്തേന് നമ്മളൊന്ന് നോക്കണം രണ്ടും തുല്യമാണോ എന്ന്. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഈ തുണി നമ്മളിങ്ങനെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം അതിന് 4 സൈഡില്ലേ ബോർഡർ, ആ 4 സൈഡിലും നമ്മൾ വേറെ തുണി വെച്ച് ബോർഡർ തയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബോർഡർ തയ്ച്ച് നമ്മൾ ഇപ്പോൾ കണ്ടോ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ആ 4 സൈഡിലും വേറെ തുണി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുണി വെക്കാം, ഏത് കളർ വേണമെങ്കിലും. ഞാൻ ഇതിൻ്റെ തന്നെ ഒരു തുണിയുടെ പീസാണ് വെക്കുന്നത്. നമ്മൾ ആ 4 സൈഡിലും ബോർഡർ വെച്ചിട്ട് നമ്മൾ അടിക്കുക. ബോർഡർ വെക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ബോർഡർ വെക്കാതെ തയ്ക്കരുത്, ഭംഗിയില്ല. ബോർഡർ തന്നെ അത്യാവശ്യമാണ്. ബോർഡറിനുള്ള തുണി നമ്മൾ ചേർത്ത് പിടിപ്പിക്കുക. അതിന് ശേഷം നമ്മളത് മടക്കി അകത്തോട്ട് മടക്കി തയ്ക്കുക. അപ്പോൾ ഒരു ചെറിയ ഒരു വിരലിൻ്റെ വീതിയിൽ നമുക്ക് അതിൻ്റെ ബോർഡർ കിട്ടും. അതിങ്ങനെ 4 സൈഡിലും വെച്ച് അടിക്കുക.
അപ്പം 4 സൈഡിലും അടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പ്ലീറ്റ്സൊക്കെ നേരെ വെച്ചതിന് ശേഷം അതിൻ്റെ ക്രോസായിട്ട് ഒരു 3-4 ക്രോസ് ലൈൻ ഇങ്ങനെ തയ്ച്ചെടുക്കുക. പ്ലീറ്റ്സ് ശരിക്കും വെച്ചിട്ട് വേണേ, അപ്പോൾ എല്ലാ സൈഡിലും എല്ലാ വശത്തും അപ്പോൾ പ്ലീറ്റ്സ് ശരിയായി കിട്ടുവേ. അങ്ങനെ 3-4 ക്രോസ് തയ്ച്ചിങ്ങി അറ്റം വരെ വെക്കുക. നമ്മളെടുക്കുന്ന തുണിയുടെ വീതി അനുസരിച്ച് അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ക്രോസ് വെക്കാം. ഞാനിവിടെ ഒരു 3-4 ക്രോസ് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ചുരുക്കമൊക്കെ കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്തിരിക്കാൻ. അല്ലേ നമ്മൾ ചവിട്ടി തയ്ക്കുമ്പോൾ നമ്മൾ തൂത്ത് കാലും കൊണ്ട് ചവിട്ടുമ്പോൾ അത് തെന്നിപ്പോവും. അപ്പം നമ്മൾ 3-4 ക്രോസ് ഇങ്ങനെ തയ്ക്കുക. ഇത് ചെയ്യുന്നതിനിടയ്ക്ക് വല്ല സംശയവും തോന്നിയാൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാവേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പഴയ തുണി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പൈസ കൊടുക്കാതെ നമുക്ക് മാറ്റുണ്ടാക്കി നമുക്ക് ചവിട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഒരുപാട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണം. അപ്പം നമുക്കിടുന്ന വീഡിയോ ഒക്കെ കിട്ടുവേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ.